ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതെന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു മൊമെന്റ് ആണ് എനിക്ക് ഇന്ന്. കുറേ നാളായിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സംഭവമാണ് ഡെസേർട്ട് സഫാരിക്ക് പോകണം ദുബായിൽ നിന്ന്. അപ്പോൾ ഫൈനലി ഇന്ന് നടക്കാൻ പോവാണ്. ഞാൻ പോകുന്നത് എൻ്റെ കസിൻ്റെയും അവളുടെ ഫ്രണ്ട്സിൻ്റെയും കൂടെയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. 2 മണിക്കാണ് നമ്മൾ ഇറങ്ങിയത്. 3 മണിക്കാണ് അവർ പിക്കപ്പ് പറഞ്ഞിട്ടുണ്ടായത്. പോകുന്ന വഴിക്ക് നമ്മൾ ജീവിതത്തിലെ ആടുകളെ പൊല്ലിലെ ആടുകളെ കണ്ടു. ഇനി ഇവരെയാണോ നമുക്ക് അവിടെ എത്തിയിട്ട് മട്ടൺ മന്തി ആയിട്ട് തരുന്നതെന്ന് പോലും പറയാൻ പറ്റും. ഏകദേശം 2 വർഷം മുന്നേ ഞാൻ ദുബായിലേക്ക് വന്ന സമയത്ത് ഡെസേർട്ട് സഫാരി ചെയ്യാൻ പറ്റാണ്ട് നിരാശനായി നാട്ടിലേക്ക് പോയി സങ്കടപ്പെട്ടിരുന്ന ദിവസങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി വീണ്ടും തിരിച്ച് യുഎയിലേക്ക് വന്നിട്ട് ഡെസേർട്ട് സഫാരി ചെയ്യണം എന്നുള്ള ഒരു വിചാരം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ എനിക്ക് 2 വർഷം വേണ്ടി വന്നു. 2 വർഷം ആയാലും എന്താ, ഫൈനലി നമ്മൾ പോവാന്നല്ലോ. അങ്ങനെ കഥ പറഞ്ഞ് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് സിറ്റിയിൽ നമ്മൾ മണലാരണ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആടുജീവിതം കണ്ടതുകൊണ്ടാണെന്നും അറിയില്ല, എന്റെ മനസ്സിൽ ഡെസേർട്ട് എന്ന് പറയുന്ന സമയത്ത് ഒരു പേടി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു 1 അവർ യാത്രയ്ക്ക് ശേഷം നമ്മൾ പിക്കപ്പ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്തിട്ടായിരുന്നു ഡെസേർട്ട് സഫാരിക്കിലെ ഏജൻസി കണ്ടുപിടിച്ചത്. അതിൽ കൊടുത്ത നമ്പറിലേക്ക് വിളിച്ചിട്ടായിരുന്നു ബുക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർ വരുവോ ഇല്ലയോ എന്ന് പോലും നമുക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. പേയ്മെന്റ് നേരിട്ട് കാണുമ്പോൾ തന്നാൽ മതി എന്ന് അയാൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവാന്ന്. ഫോം വിളിച്ച സമയത്ത് അയാൾ എന്തായാലും എടുത്തിട്ടുണ്ട്, അപ്പൊ വരുമായിരിക്കും ഉറപ്പ്. അതാ കാണുന്ന പെൻസിൽ അതൊന്ന് ചെറുതായിട്ട് മണ്ണിൽ താണുപോയത്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് അഹങ്കാരം കളിച്ച് ഡ്രിഫ്റ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട. അങ്ങനെ ഫൈനലി ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ ലാൻഡ് ക്രൂസർ വന്നിട്ടുണ്ട്. ഈ ഒരു ലാൻഡ് ക്രൂസറിലേക്കൂടെ പോകുന്ന റൈഡ് ഭയങ്കര അടിപൊളിയാണെന്ന് എന്റെ ഏച്ചിയും അമ്മയും പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഉച്ചക്ക് ഇറങ്ങുന്ന സമയത്ത് ചോറ് പോലും എനിക്ക് അധികം തന്നിട്ടില്ല. കാരണം ഈ ഒരു വണ്ടിയിൽ കയറി റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വയറ്റിലുള്ള സാധനങ്ങളെല്ലാം പുറത്ത് വരുന്ന അമ്മ പറഞ്ഞേ. അമ്യൂസ്മെന്റ് പാർക്കിൽ പോയിട്ട് ഇല്ല റൈഡിൽ മൊത്തം കയറി നിറങ്ങുന്ന എന്നോടോ ബാല. അങ്ങനെ നമ്മളൊരു 10 മിനിറ്റ് റൈഡിന് ശേഷം അയാൾ ഭൂമിയിൽ എത്തിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളാണ് ആദ്യം എത്തിയെന്ന്. കാരണം അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അതിൻ്റെ ഉള്ളിലെല്ലാം അവരെ സെറ്റ് ചെയ്ത് തുടങ്ങുന്നതേ ഇല്ലൂ. എന്തായാലും നേരത്തെ വന്നതിൽ ഒരു തെറ്റുമില്ല. നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും റീൽസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ അതാണല്ലോ വേണ്ടത്. ഈ അറബികളെല്ലാം തലക്ക് ചുറ്റുന്ന ഒരു ക്ലോത്ത് ഇല്ലേ, അത് ഇവിടെ 20 ദിർഹംസ് കൊടുത്താൽ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ബുദ്ധിമതിയായ ഞാൻ നേരത്തെ വീട്ടിലുണ്ടായ തുണി എടുത്തിട്ടാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. ഇനി നമുക്ക് കുറച്ചു നേരത്തേക്ക് പെരിയോനെ വൈബ് പിടിക്കാം. ഇനി നിങ്ങൾക്ക് വരുന്നൊരു ഡൗട്ടായിരിക്കല്ലേ, എങ്ങനെയാണ് ഞാൻ പാക്കേജ് എടുത്ത് പോയെന്ന്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് കണ്ടിട്ട് ആ ഏജൻസിയിൽ നമ്മൾ വിളിക്കായിരുന്നു. ഇപ്പൊ അവര് വന്നതുകൊണ്ട് തന്നെ നമുക്കിനി അത് വിശ്വസിക്കാം. അപ്പൊ അവര് പറഞ്ഞ റേറ്റ് 45 ദിർഹംസ് ആയിരുന്നു. ഏകദേശം നമ്മുടെ ഇന്ത്യൻ റുപ്പി 1000 രൂപേന്റെ അടുത്ത് വരും. ഡെസേർട്ട് സഫാരിയുടെ ഏരിയയിലേക്ക് വന്ന് അവിടുന്ന് നമ്മുടെ ലാൻഡ് ക്രൂസർ വെച്ച് പിക്ക് ചെയ്തിട്ട് ഇവിടെ എത്തിക്കും. അതിനുശേഷം നമുക്ക് ഈ ഒരു കാമൽ റൈഡ് ഫ്രീ ആണ്. അത് ഈ ഒരു റൗണ്ടിൽ മാത്രമേ നടക്കുള്ളൂ. ഇതിന്റെ പുറത്തേക്ക് നടത്തണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം. പിന്നെ ഫുഡ് നമുക്ക് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ വരുന്നത് ഹെന്ന ഡ്രോയിങ് ആണ്. ഹെന്ന ഡ്രോയിങ്ങിലാണെങ്കിൽ നമ്മുടെ കൈയിന്റെ ബാക്കിൽ ചെറിയൊരു ഡിസൈൻ വെച്ച് തരും. അതിൽ കൂടുതൽ വേണമെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് നടത്തണം. പിന്നെ നമുക്ക് അറബിക് ഔട്ട്ഫിറ്റ്സ് ഇട്ടിട്ട് പിക്ക് എടുക്കാൻ പറ്റും. അതും അവരുടെ റൂമിന്റെ ഉള്ളിൽ വെച്ച് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, പുറത്തോട്ട് ഇട്ട് നടക്കാൻ വിടൂല. പിന്നെ ഫുഡും അൺലിമിറ്റഡ് ആണ്. ഇത്രയും കാര്യമാണ് അവർ പറഞ്ഞിട്ടുണ്ടായത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് ആ ചതി ഒന്നും മനസ്സിലായത്. ചതി എന്ന് പറയാൻ പറ്റില്ല, ഇവരുടെ ഒരു മാർക്കറ്റിംഗ് ബിസിനസ് ടാക്ടിക്സ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഭാഗമില്ലേ, ഇതാണ് നമ്മളെപ്പോലെ 45 ദിർഹംസ് കൊടുത്തിട്ട് വരുന്ന നോർമൽ ആൾക്കാർക്ക് ഇരിക്കുന്ന സ്ഥലം. ഇതിന്റെ അപ്പുറത്ത് കാണുന്നതാണ് VIP ഏരിയ. ഇനി ഇതിന്റെ ഡിഫറൻസ് വരുന്നത് ഒന്ന് നിലത്തിരിക്കണം, അപ്പുറത്താണെങ്കിൽ ചെയർ ഉണ്ട്. മാത്രമല്ല ഫുഡ് കൊടുക്കുന്ന ടൈമിങ്ങും ഡിഫറൻസ് ഉണ്ട്. VIP കാർക്കാണെങ്കിൽ 5:30 ഇവര് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങും. മറ്റു ആൾക്കാർക്കാണെങ്കിൽ 7:30 മാത്രമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓൾറെഡി എല്ലാവരും വിശന്ന് മരിക്കാനായതുകൊണ്ട് തന്നെ പൈസ പോട്ട് പവർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് VIP സീറ്റിലേക്ക് ഇരുന്നു. VIPയിലേക്ക് മാറണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ 50 ദിർഹംസും കൂടി കൊടുക്കണം. പറഞ്ഞ പോലെ തന്നെ പിന്നെ കൂൾ ഡ്രിങ്ക്സ് വരുന്നു, സ്നാക്സ് വരുന്നു,
നോക്കുന്നു പല ആൾക്കാരും വന്ന് പല സാധനങ്ങളും വെക്കുന്നു. ഇവർക്ക് അറിയില്ലല്ലോ ഇല്ലാത്ത പൈസ കൊടുത്താണ് നമ്മൾ VIP ഇരിക്കുന്നതെന്ന്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നിയത്, നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ അപ്പുറത്ത് ഇരിക്കുന്ന നോർമൽ എടുത്ത് വന്ന ആൾക്കാർ 7:30 വരെ വെയിറ്റ് ചെയ്തു. അതെനിക്ക് കുറച്ച് സങ്കടമായിട്ട് തോന്നി. കാരണം ഫുഡിൻ്റെ കാര്യങ്ങളും എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യണമായിരുന്നു. പിന്നെ ആദ്യം നമുക്ക് തന്നത് സ്നാക്സ് ആണ്. സ്നാക്സിൽ സമൂസയും ഒരു സ്പ്രിംഗ് റോളും പിന്നെ ഫലാഫലും പോലത്തെ ഒരു സ്നാക്കുമാണ് ഉണ്ടായത്. ഒരു മിനിമൽ ടേസ്റ്റാണെന്ന് പറയാം. പിന്നെ അതിൻ്റെ കൂടെ കുടിക്കാൻ കൂൾ ഡ്രിങ്ക്സ് ആയിട്ട് സ്പ്രൈറ്റും പെപ്സിയും അതുപോലെ തന്നെ ചായ ഉണ്ടായിരുന്നു. ഫുഡ് അൺലിമിറ്റഡ് ആയതുകൊണ്ട് മാക്സിമം മുതലാക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഒന്നിനും ടേസ്റ്റ് ഇല്ലായിരുന്നു. എനിക്ക് എന്തേന്നറിയില്ല, ഉപ്പും ഇല്ലായിരുന്നു, എരിവും ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. ഇനി മേ ബി അറബിക് ഫുഡ് ഇങ്ങനെ ആയതുകൊണ്ടാണെന്നൊന്നും അറിയില്ല, അല്ലെ ഇവർ അധികം ഒന്നും തിന്നണ്ടെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണെന്നൊന്നും എനിക്ക് ഡൗട്ട് ഉണ്ട്. നമുക്ക് കറക്റ്റ് പറഞ്ഞ പോലെ 5:30 ഫുഡ് വന്നു. പക്ഷെ അപ്പുറത്തിരിക്കുന്നവർക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ. ഈ ഒരു സംഭവം അവർ ബുക്ക് ചെയ്യുന്നതിന് മുന്നേ പറയണമായിരുന്നു. എല്ലാവർക്കും ഒരുപോലെ അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. സ്നാക്സ് കഴിച്ചതിന് ശേഷം മെയിൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ സാലഡ്സ് ആയിരുന്നു ഉണ്ടായത്. ഗ്രീൻ സാലഡ്, കെയിൽ സാലഡ്, വെജീസ്, ഫ്രൂട്ട്സ്, പിന്നെ ഡിപ്സ് ആയിട്ട് കുറച്ച് മയോണൈസും അതുപോലെ തന്നെ മീൻ ചട്നിയും ഹമ്മൂസും പിന്നെ നമ്മുടെ ചന വെള്ളക്കടല വെച്ചിട്ടൊരു സാലഡ്, ചിക്കൻ സാലഡ്, പിന്നെ പേരറിയാത്ത എന്തൊക്കെയോ സാലഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ കോഴ്സ് ഐറ്റമായിട്ട് ഉണ്ടായത് ഫ്രൈഡ് റൈസ്, വൈറ്റ് റൈസ്, നൂഡിൽസ്, പിന്നെ ഒരു ചിക്കൻ കറി, ദാൽ കറി, പനീർ കറി, മട്ടൻ മന്തി ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മട്ടൻ മന്തിയാണ്. വേറൊരു സാധനം ഇഷ്ടമായില്ല. നൂഡിൽസ് ഒന്നും വായിൽ വെക്കാൻ കൊള്ളുന്നുണ്ടായില്ല. പിന്നെ ഡെസേർട്ട് ഐറ്റംസ് ആയിട്ട് കുനാഫ എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ കസ്റ്റാർഡും കട്ട് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. പിന്നെ കബാബ്സ് ആയിട്ട് ലാം കബാബ്, മട്ടൻ കബാബ്, ചിക്കൻ കബാബും ഉണ്ടായിരുന്നു. ഇത് മൊത്തം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഞാൻ തിന്നിട്ടുണ്ടായില്ല. കുറേ മട്ടൻ മന്തിയും കുറേ കുനാഫയായിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായത്. കുറച്ചൊന്ന് ഇരുട്ടായപ്പോഴത്തേക്ക് ഇവരുടെ ഷോസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു സൂഫി ടൈപ്പ് ഡാൻസ്, ഇതിന് വേറെ എന്തോ പേരുണ്ട്, എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഒരു സ്റ്റിക്ക് വെച്ചിട്ടുള്ള ഡാൻസും ഫയർ ഡാൻസ് ആയിരുന്നു. ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ റംദാൻ മാസം ആയതുകൊണ്ട് തന്നെ ബെല്ലി ഡാൻസ് ഉണ്ടായിരുന്നില്ല. ബെല്ലി ഡാൻസ് ഇല്ലെങ്കിൽ എന്താ, 2 വർഷമായിട്ട് ഞാൻ ആഗ്രഹിച്ച സാധനം ഇന്ന് ഞാൻ നടത്തി. ഇനിയൊരു വരവ് വരുമോ എന്ന് ചോദിച്ചാൽ വരുമൊന്നുമില്ല. ഇതൊരു 1 ടൈം എക്സ്പീരിയൻസ് മാത്രമാണ്. എനിക്ക് അത്ര അടിപൊളിയായിട്ടൊന്നും തോന്നില്ല. പക്ഷെ എന്നാലും 1 ടൈം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഡെസേർട്ട് സഫാരി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം മരുഭൂമി കാണാൻ എന്ത് രസാന്നറിയാം. ഇനി ഇവർ നമ്മളെ പിക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ ഡ്രോപ്പ് ചെയ്യും. അതിനുശേഷം വീട്ടിലേക്ക് ഒരു 1 അവർ ദൂരാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ശരിടാ, ബൈ.